إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين وركع السجود ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാതൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ ധാരാളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ ഹറമുകളിലേക്ക്. ഇനിയും ഒരുപാട് ആളുകൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ഹജ്ജും അതിനോടനുബന്ധമായിട്ടുള്ള
ക്ഷമയോടുകൂടി നിർവഹിക്കുവാൻ അതിലേക്ക് തീരുമാനമെടുത്തിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ ആ ഹജ്ജ് നിർവഹിക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അല്ലാഹു വരാനിരിക്കുന്ന വർഷങ്ങളിൽ അത് നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത അധ്യായങ്ങളിലായിട്ട്, സൂറത്തുകളായിട്ട് അല്ലാഹു നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെയും ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് പറയാൻ ലോകത്ത് ഒരുപാട് കാലങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് തന്റെ മുമ്പിലുള്ള ജനതയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു, നൂഹ് നബിയെയും മറ്റു പ്രവാചകന്മാരെയും ഒക്കെ പോലെ തന്നെ ഞാനും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് എന്ന് പറഞ്ഞപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അഭിമാനത്തോടു കൂടി ആ ജനത പറഞ്ഞത് ഞങ്ങളൊക്കെയും ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്നതാണ്. അത് ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെ സത്യസന്ധമായ അവസ്ഥയെ സ്വന്തമാക്കുവാനുള്ള താല്പര്യം ഉണ്ടാകും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളാണ് റസൂലുള്ളയുടെ യഥാർത്ഥ ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. എന്നാൽ പലപ്പോഴും റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ അതിനോട് താല്പര്യം കുറയുകയും പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങളോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയും അവരിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെട്ടത്. എന്നാൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ആരാധകകളോട്, വിഗ്രഹാരാധനയോ മറ്റേതെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ആരാധനയോട് ഒരു തരത്തിലും സന്ധിയില്ലാ സമരം നടത്തിയ മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ അവര് പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്തവർ എന്നതാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ നാട്ടില് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണാം. എന്താണ് ഈ പറയുന്നത്? സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിന്റെ കൂട്ടം, അതിനോട് ഞങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ. ഞാൻ ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാം. നമുക്കൊക്കെ അറിയുന്ന ഒരു ഉദാഹരണം, ദിവസവും നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. നമ്മുടെയൊക്കെ പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 നേരത്തെ ബാങ്ക്. ഈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ കൊടുക്കുന്ന ആള് പറയുന്നത് കാണാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെ പറഞ്ഞിട്ടാ ബാങ്ക് തുടങ്ങുക. അങ്ങനെ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നത് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിലില്ല. എന്നാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലോ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാങ്ക് കൊടുത്ത ആളും അത് കേട്ട ആളുകളും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഹമ്മദ് റസൂലുള്ളയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അത് അവിടെ കാണുന്നുമില്ല. അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലുന്ന സമ്പ്രദായം അപ്പൊ കാണുന്നില്ല. അതിനെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആക്കി. എന്താണ് അതിന് പ്രമാണം? ഈ പറയപ്പെടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അതിന് പ്രമാണമില്ല. അതൊരു ദിവസവും നമ്മൾ കണ്ടുകൊണ്ട്, ഇപ്പോ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്തും ഇങ്ങനെ കേൾക്കാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്നിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അത് സുന്നത്തല്ല, ബിദ്അത്താണ് അത്. എന്നിട്ടും പറയും ഞങ്ങളാണ് സുന്നികൾ എന്ന്. ഇതുപോലെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞത്, ഞങ്ങളാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്തവർ എന്ന്. മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിന്റെ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കത് പറയുവാൻ ഒരു അർഹതയുമില്ല. കാരണം ഇബ്രാഹിം നബി ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ
അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിക്കുന്നത് വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം ഒരിക്കലും മുശ്രിക്കിൽ പെട്ടവനായിരുന്നില്ല എന്നാണ്. അതൊരു വല്ലാത്ത ചിന്തിക്കേണ്ടുന്ന വലിയ ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഉണർത്തുന്നത്. ഇവിടെ ഞാൻ ഓതിവെച്ച ആയത്ത് സൂറ ബക്കറയിലെ അതിന്റെ 124, 125 ആയത്താണ്. ആ ആയത്തിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന ഒരു ആയത്ത് 123-ാമത്തെ ആയത്ത്, ആ ആയത്തിനു ശേഷമാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നതും വളരെ ചിന്തനീയമാണ്. വളരെ ചിന്തിക്കേണ്ടുന്ന ചില പരിശുദ്ധ ഖുർആന്റെ ഒരു ശൈലി അങ്ങനെയാണ്. ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അതിനുശേഷം പിന്നെ വരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾക്ക് ശേഷം പിന്നെ കടന്നു വരുന്ന ആയത്തുകൾ, ഇതിലൊരുപാട് ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഖുർആനിന്റെ ഓത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഖുർആനിന്റെ മാത്രമായി നിൽക്കുന്ന ഒരു പ്രത്യേകത. വേറെ ഒന്നിനും ഈ ഒരു പ്രത്യേകത കാണുകയില്ല, വേറെ ഒരു വായനക്കും ഇത് ലഭിക്കൂല. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ചില സംഭവങ്ങൾ പറയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് വത്തഖൂ യൗമൻ ലാ യജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യൻസറൂൻ. ഈ ആയത്ത് 123-ാമത്തെ ആയത്തായിട്ട് ബക്കറയിൽ വന്നു. ഇനി 124, 125, 126, 127 ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചില സംഭവങ്ങൾ പറയാം. ഇതൊരു വലിയ അത്ഭുതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തനായ പോരാളി, ഒരു അഡ്ജസ്റ്റ്മെന്റിനും ആർക്കു മുമ്പിലും തലകുനിച്ചിട്ടില്ലാത്ത ആ മഹാപ്രവാചകനെ പരിചയപ്പെടുത്തുന്നതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹു എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ഒരു കാര്യം നമ്മളെ അറിയിക്കുന്നത്. നാളെ മഹ്ശറിൽ ഒരാൾക്കും മറ്റുള്ളവർക്കായി ഒന്നും ചെയ്യുവാൻ അവിടെ സാധ്യമല്ല. മഹ്ശറിൽ നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ഒരു മഹാനും നിങ്ങൾക്ക് ശുപാർശയായിട്ട് വരൂല. ആര് വന്നിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ അനുവാദം ഉള്ള ആ ഒരു സന്ദർഭത്തിൽ അല്ലാതെ ഒരാളുടെയും ശുപാർശ അള്ളാഹ് സ്വീകരിക്കൂല. സ്വന്തമായിട്ട് ആർക്കും ശുപാർശക്ക് അധികാരമില്ല, ആർക്കും ശുപാർശക്ക് അധികാരമില്ല. ആ അള്ളാഹുവിന്റെ ഇതിന് ലഭിക്കുന്നത് വരെ, സമ്മതം ലഭിക്കുന്നത് വരെ. അത് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് ആയത്തുൽ കുർസിയിലൊക്കെ നമുക്കത് ആ ഒരു ഭാഗം കാണാം. ഇവിടെ പറയുന്നത് വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, നിങ്ങൾ ആ ഒരു ദിവസത്തെ നിങ്ങൾ വല്ലാതെ നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ ഒരാൾക്കും മറ്റുള്ളവർക്കായി ഒന്നും ചെയ്യാനാവാത്ത, ആരുടെയും പ്രായശ്ചിത്തം സ്വീകരിക്കാത്ത, ആർക്കും ആരുടെയും ശുപാർശ ഉപകരിക്കാത്ത, ആർക്കും ഒരുവിധ സഹായം ലഭിക്കാത്ത നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരായത്തിൽ പറഞ്ഞത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ, നമ്മൾ മുസ്ലിമാണ്, നമ്മള് മറ്റുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, ഇവിടെ മറ്റു പല ആളുകളും ചെയ്യുന്ന ഒരു തിന്മയും നമ്മൾ ചെയ്യുന്നില്ല. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സംശുദ്ധരാണ്. നമ്മുടെ ഭാഗങ്ങൾ ഒരുപാട് ക്ലിയറാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും ചീത്ത പറയുന്നില്ല, ആരുടേതും അനർഹമായി പിടിച്ചു പറ്റുന്നില്ല. ഇതൊക്കെയും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന നല്ല ക്വാളിറ്റികളാണ്. ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ നാളെ മഹ്ശറിൽ എങ്ങനെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്ന ഒരു ചിന്ത ഇതിനോടൊപ്പം ഉണ്ടായാൽ അത് അപകടമാണ്, അത് അപകടമാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിഞ്ഞാണ് ഞാൻ എന്റെ ദുനിയാവിൽ ആരാധന നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാക്കണം. എന്നെ സഹായിക്കാൻ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ പ്രവർത്തിച്ച എന്റെ അമലു സ്വാലിഹാത്തുകൾ, അതാണ് എനിക്ക് രക്ഷയായി എന്റെ റബ്ബ് എന്നിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ഈ ഭൂമി ലോകത്ത് മരണവും ജീവിതവുമായി നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ഒരു അവസരം അല്ലാഹു നൽകിയത് നിങ്ങളിൽ ആര് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ടുണ്ടോ എന്ന് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പരീക്ഷയിൽ നമ്മുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാകും എന്നൊരു വിശ്വാസം വേണ്ടതില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനതയോട് പറഞ്ഞത്.
ഉടനെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സഹായികൾ എന്ന് വിശ്വസിക്കുന്ന ഇവരാരും നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യൂല. നിങ്ങൾക്ക് ഭൗതികമായി ദുനിയാവിൽ അവർ ഒരു ഉപദ്രവം നിങ്ങൾക്ക് ചെയ്യൂല. എന്തെല്ലാം വിശ്വാസമാണെന്നറിയോ മുസ്ലിങ്ങൾക്കിടയിൽ? വല്ലാത്ത വിശ്വാസമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആളുകൾ താല്പര്യത്തോടു കൂടി കേൾക്കുന്ന ഒരു സഹോദരനുണ്ട്. ഒരു മുസ്ലിയാരാണ് അദ്ദേഹം. സാധാരണ മുസ്ലിയാക്കന്മാരുമായി വഷളൻ കാര്യങ്ങൾ പറയുന്ന ആളല്ല. ഒരുപാട് കാര്യങ്ങളിൽ ചിന്തനീയമായ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ചെറുപ്പക്കാരനാണ്. പക്ഷെ അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാളൊരു വീഡിയോ കൊടുത്തു. അതില് ആ മനുഷ്യന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ രാത്രിയിൽ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് അഥവാ പർദ്ദ ധരിച്ച് രാത്രിയിൽ പള്ളിപ്പറമ്പിൽ പോയി ഒരു ഖബറ് മാന്തി അതിൽ 2 കഷ്ണങ്ങൾ രൂപങ്ങള് കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടതിന്റെ 4 ദിവസം കഴിഞ്ഞപ്പോ ഒരാള് മരിച്ചു. അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇയാളത് കുഴിച്ചിട്ടത്. അഥവാ സിഹിർ എന്ന് പറയുന്ന മഹാ അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസത്തെ പോലും ഇദ്ദേഹം വളരെ വലിയ ഗൗരവമായിട്ടാ പറയുന്നത്. അപ്പൊ അവിടെ അയാൾ പരാജയപ്പെട്ടു. അവിടെ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ്. ഏതെങ്കിലും 2 രൂപങ്ങൾ ഉണ്ടാക്കി പള്ളിപ്പറമ്പിലെ ഖബറിലെ മണ്ണ് മാന്തി ആ മണ്ണിൽ കുഴിച്ചിട്ടാൽ അവരുദ്ദേശിക്കുന്ന ഒരാളെ കൊല്ലാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം പരിപൂർണമായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണതയിൽ നിന്ന് എത്രയോ അകലമാണത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ തൗഹീദിൽ അതില്ല. എവിടെങ്കിലും 2 രൂപങ്ങളെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ ഒരു വിശ്വാസമാണ് ഇപ്പോഴും നമ്മൾ തേടി നടക്കുന്നതെങ്കിൽ നമ്മുടെ ഹജ്ജ് മാസവും നമ്മുടെ അതിലെ കർമ്മങ്ങളും നമ്മളതിലെ പ്രാർത്ഥനകളും ഒന്നും എവിടെയും എത്തൂല. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും പറയാറുള്ളതാ, ഈ ലോകത്തിന്റെ തന്നെ സമാധാനത്തിന് ഇടങ്ങറായി നിൽക്കുന്ന ഒരുപാട് ശക്തികളെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലുള്ള പാവപ്പെട്ട കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഇപ്പം. യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായിട്ട് നിലപാടെടുത്ത് വരുന്നുണ്ട്. ഒരു മറുവശ അപ്പോഴും അറബി രാജ്യങ്ങളിൽ നിന്ന് ഒരുത്തനും ഇതുവരെ ചങ്കുറ്റത്തോടുകൂടി ആർജവത്തോടുകൂടി ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഒരാളും ഒന്നുയർന്ന് ശബ്ദിക്കാത്ത സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊടും ക്രൂരതയാണ് എന്ന് പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കൊടും ക്രൂരത ചെയ്യുന്ന ആ മനുഷ്യന്റെ രൂപമുണ്ടാക്കി ഇഷ്ടംപോലെ പള്ളിപ്പറമ്പ് നമുക്ക് ഈ ദുനിയാവിലുണ്ട്, ഇഷ്ടംപോലെ ഖബറുകളുണ്ട്. ഒന്ന് മാന്തിയിട്ട് ഒന്ന് കുഴിച്ചിട്ടിട്ട് അവനൊന്ന് അവസാനിപ്പിച്ചു തരുമോ? അവസാനിപ്പിക്കാൻ പറ്റുമോ? അവിടെ എത്തുമ്പോ പറ്റൂല. പിന്നെയോ, നമ്മളെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ നബീസ് താത്താനെ പോക്കരാക്കാനെ അത് ശരിയാക്കി തരാം. എന്താണ് ഈ പറയുന്നത്? എന്തൊരു വിശ്വാസമാണിത്? ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പേറി നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടാം എന്ന് വെറുതെ വിചാരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 1-2 കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു തരുന്നത്. വളരെ വളരെ അത്ഭുതകരമായി. ഒരുപക്ഷെ ഈ ആയത്തുകൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാർക്ക് ഓതി കൊടുക്കുമ്പോ അവരുടെ കാഴ്ചകളിൽ പോലും അവരുടെ ചിന്തകളിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത അത്ര മഹാത്ഭുതം ഈ കാലഘട്ടത്തിൽ നമുക്കതിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ദിവസവും അതിന്റെ അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹാസംഗമ ഭൂമിയെ. അതാണ് അള്ളാഹു പറയാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വഇദ് ബിതല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഓർക്കുക, ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകളിലൂടെ പരീക്ഷിച്ചു. ധാരാളം
ശക്തമായ പരീക്ഷണങ്ങൾ ലഭിച്ച മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് മേൽ കൊടുത്തു. അദ്ദേഹം അതൊക്കെയും വളരെ കൃത്യമായി അംഗീകരിച്ചു. തന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അദ്ദേഹം നടപ്പാക്കി. ആ നടപ്പാക്കിയ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അപ്പോൾ അള്ളാഹു അരുളി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവാക്കുകയാണ്. മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജനങ്ങളുടെ നേതാവാണ്. ആ ഒരു വലിയ ഒരു ദർജ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുകയാണ്. മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങള് അള്ളാഹു അല്ലാത്ത മറ്റു പല ആളുകളെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിക്കുന്ന, മമ്പ്രത തങ്ങളേന്ന് വിളിക്കുന്ന ഒരു ഉമ്മയും ഇന്ന് വരെ ഇബ്രാഹിം നബിയേന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല. എന്തായിരിക്കും അത് അങ്ങനെ? മുഴുവൻ ജനങ്ങളുടെയും നേതാവാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയേണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇബ്രാഹിം നബിനോട് പറയട്ടെ എന്ന്. അതിനാദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു അറിവ് പോലും അവർക്കില്ല. അത് കിട്ടണമെങ്കിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുമ്പോ എന്താണ് അള്ളാഹ് പറയണമെന്ന് മനസ്സിലായിട്ട് ഓതണം. അതൊരു വലിയ അത്ഭുതമാണ്. മുഴുവൻ ജനങ്ങളുടെയും നേതാവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഇമാമായി തെരഞ്ഞെടുത്തു. ആ വാർത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഖാല വമിൻ ദുരിയതി, അല്ലാഹുവേ എന്റെ സന്തതികളെയും ഓരോ കാലഘട്ടങ്ങളിൽ എന്റെ സന്തതികളെയും ഇമാമായിട്ട് നേതാവായിട്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നത് ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് ഈ കരാറ് ബാധകമല്ല. അവിടെ ഒരു മറുപടി അങ്ങനെയാണ്. കാരണം കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പര അങ്ങനെ വന്ന് എണ്ണുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുമെങ്കിലും അതിനിടയിൽ ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളോ? ഇപ്പോഴും റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ നാട്ടില്. റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അതിന് എങ്ങനെയെങ്കിലും വാദിച്ച് അവർ പറഞ്ഞോട്ടെ, ശരി, അങ്ങനെ പറഞ്ഞോട്ടെ. ആ പറയുന്ന ആളുകളിൽ അഞ്ചൊകത്ത് നമസ്കാരം നിർവഹിക്കാത്ത പ്രഗത്ഭരായ കുടുംബങ്ങളുണ്ട്. നിസ്കരിക്കൂല. എനിക്കറിയുന്ന വലിയ ഒരു ഉറൂസും നേർച്ചയും നടക്കുന്ന ഒരു കുടുംബത്തിലെ, തങ്ങൾ കുടുംബം എന്ന് അവർ പറയുന്ന ഒരു കുടുംബത്തിലെ അതിന്റെ ഇളം തലമുറക്കാരനായ സഹോദരനും ഞാനും കൂടി ഒരു വാഹനത്തിൽ യാത്രയായി. ഖത്തറിൽ വെച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ആള് പറഞ്ഞു, ഇദ്ദേഹം ഇന്ന സ്ഥലത്തുള്ള അവിടുത്തെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ തലമുറയാണ്. നാട്ടിൽ ഉറൂസിന്റെ സമയമായാൽ ഇദ്ദേഹം നാട്ടിൽ പോകും. മൂപ്പരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള്. പക്ഷെ ഇവര് കുടുംബമാരും നിസ്കരിക്കൂല. അപ്പൊ ഈ യാത്രയിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് നമസ്കാരത്തിന്റെ ഒരു കാര്യം എടുത്തു വന്നു. ഞാൻ പറഞ്ഞു, നമ്മളെ നാട്ടിൽ അങ്ങനെ വേറെ ഒരുപാടുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലും ഉണ്ട് നിസ്കരിക്കാത്ത തങ്ങന്മാർ. അവർക്ക് നിസ്കാരം വേണ്ടെന്നാ. ഈ അടുത്ത സമയത്താണ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം ഒരു സദസ്സിൽ പരസ്യമായി പറഞ്ഞത്. അദ്ദേഹം ഒരു വഅദ് സദസ്സിൽ നിന്ന് ഇശാ നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഒരു 3-4 മുസ്ലിയാക്കന്മാർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ നിസ്കരിക്കാൻ വരണില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളോട് ഇനി നിസ്കരിക്കണ്ടെന്ന് CM പറഞ്ഞിരിക്കണം, അതോടുകൂടി ഞങ്ങൾ നിസ്കാരം നിർത്തിയിരിക്കണം. CM നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ വന്മള ഉസ്താദ് അവരോട് പറഞ്ഞു, ചൊഗ്ഗില്ലാത്ത, തലക്ക് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് നിസ്കാരം ഒഴിവാക്കണ്ട, പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞതാണ്. മൂപ്പരുടെ ഒരു ശൈലിയാണ്. ഇവര് ഈ നമസ്കരിക്കാത്ത ആളുകൾ ഞങ്ങൾ റസൂലുള്ളാന്റെ ബാക്കിയെന്ന് പറയുന്നത്. ഈ നമസ്കാരം ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇസ്ലാമില്? റസൂലുള്ളാണ്. ആ പാപ്പ പറഞ്ഞ ദീനിയായ കാര്യം അംഗീകരിക്കൂല. എന്നാൽ അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് മുഹമ്മദ് റസൂലുള്ളയുടെ അവസാന കാലത്തെ റബ്ബിനോടുള്ള പ്രാർത്ഥനയെ അവഗണിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പല ആളുകളുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി ഉറൂസും ചണ്ടയും ആനയും ഒക്കെ ആയിട്ട് നടക്കുക.
അത് പുഴുക്കുത്തുകളാ. അവരിനി വാദിച്ച് ആ പരമ്പരയിൽപ്പെട്ട ആളുകളാണെന്ന് പറയുകയാണെങ്കിലും അവരൊന്നും ഇതിന് അർഹരല്ല, അത് പറയാൻ പോലും അർഹരല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി, നിന്റെ സന്താന പരമ്പരകളിൽ അക്രമികളായ ആളുകൾക്ക് ഈ കരാർ ബാധകമല്ല. എത്ര സൂക്ഷ്മതയാണ്, എന്തൊരു അത്ഭുതമാണ് ഈ പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ആയത്തോതും. എന്നിട്ട് പറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു മേടിച്ചതാ, അവിടെ ഒരു നിബന്ധന അള്ളാഹ് വെച്ചിട്ടില്ല എന്ന് പറയും. അല്ലെ, എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. അടുത്ത ആയത്തിൽ ഒരല്പം കൂടി കാര്യങ്ങൾ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലാണ് പറയുന്നത്. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനൻ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹ്ഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീൻ വറുക്കഇ സുജൂദ്. ആ സ്ഥലം കഅബയെ നാം ജനങ്ങളുടെ മഹാസംഗമസ്ഥാനമാക്കി. ഈ ആയത്ത് ഇറങ്ങുന്ന സമയം അവിടെ അങ്ങനെ ഒരു മഹാജനസംഗമത്തിന്റെ വല്ല അടയാളോടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹിയെ സ്വീകരിച്ച സ്വഹാബിമാരായ ആളുകൾ 1,00,000 ഉണ്ട്. 1,00,000. ഇന്ന് ആ കഅബയിലേക്ക് പരിശുദ്ധ ഹജ്ജിന് എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അതൊരു മഹാ ജനസംഗമമാണ് അവിടെ. ഒരു ദിവസവും ഇടവേളകളില്ലാതെ. ഇനിയിപ്പോ ഈ റമളാൻ ഈ ഹജ്ജിന്റെ ദിവസങ്ങളുണ്ട്, കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട് തിരിച്ചു വന്ന ഉംറയുടെ ആളുകൾ അവിടേക്ക് വീണ്ടും ഒഴുകി തുടങ്ങി. എപ്പ ചെന്നാലും ആ കഅബയിൽ അതിന്റെ പരിസരത്തുകൂടെ ഒന്ന് തവാഫ് പോലും ചെയ്യാൻ പറ്റാത്തത്ര വിശാലമാക്കിയാലും ജനങ്ങളെ കൊണ്ട് മഹാസംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ ആ ഒരു സംഭവം എത്ര അത്ഭുതകരമായിട്ടാണ് ഇപ്പോഴും അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും അവരോട് അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് കൽപ്പിച്ചു. എന്തെന്നറിയോ? ആ സ്ഥലം, ആ ഹറമിന്റെ ഭാഗം അവിടെ നിങ്ങള് വരുന്ന പിന്നെ അതൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ ഭാഗം, മസ്ജിദുൽ ഹറമിന്റെ ഭാഗം, അവിടേക്ക് ഇഅ്തികാഫിന് വരുന്ന ആളുകൾ, അവിടേക്ക് നമസ്കാരത്തിന് വരുന്ന ആളുകൾ, അവർക്ക് തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ, അവർക്കൊക്കെ സുഖകരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ അവിടെ എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. ഇസ്മായിൽ നബിയോടും കൽപ്പിച്ചു, അവിടെ എപ്പോഴും വൃത്തിയായിരിക്കണം. നമ്മുടെ ലോകത്ത് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പല മതവിശ്വാസികളുടേതുമുണ്ട്. എന്നാൽ മസ്ജിദുൽ ഹറമിൽ പോയിട്ട് വരുന്ന ഏതൊരാൾക്കും അറിയാം അവിടുത്തെ ആ ഒരു വൃത്തിയും അവിടുത്തെ ആ ഒരു സൗകര്യങ്ങളും ഒക്കെ എന്തൊരു അത്ഭുതമാണത്. ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള സംസ്കാരമുള്ള ആളുകൾ അവിടെ വന്നാലും അവിടുത്തെ വൃത്തിക്കോ അവിടുത്തെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്കോ ഒന്നും സംഭവിക്കുന്നില്ല. അതിങ്ങനെ മിനിറ്റുകൾ കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു ശക്തമായ ഒരു കൽപ്പന ഇന്നും അതുപോലെ അവിടെ നിർവഹിക്കപ്പെടുന്നു എന്നതാണ്. അള്ളാഹ് പറയാണ് അവരോട്, ആ സ്ഥലങ്ങള്, അവിടെ ഇബ്രാഹിം നബി നിന്ന സ്ഥലമുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന് പ്രാർത്ഥിച്ച ഇടം നിങ്ങൾക്ക് നമസ്കാര സ്ഥലമാക്കുക. അതാണ് നമ്മള് മഖാമു ഇബ്രാഹിം. തവാഫ് കഴിഞ്ഞാൽ, ഉംറയും ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകൾ അവരുടെ തവാഫ് കഴിഞ്ഞാൽ ഈ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം, അതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് നമസ്കാരത്തിന്റെ സ്ഥലമാക്കുക. അതുകൊണ്ടാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത് നമസ്കാരം അവിടെ വെച്ച് നിർവഹിക്കുക എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞത്. അതിന് സാധിക്കുന്നവർക്ക് അവിടെ വെച്ച് ചെയ്യാം, പക്ഷെ എല്ലാ ആളുകൾക്കും അവിടുന്ന് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെയൊക്കെ പരിസരങ്ങളിലൊക്കെയും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ഉള്ള പോലെ അത് നിർവഹിക്കുക. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്ന് അള്ളാഹു നമുക്ക് പ്രത്യേകം പറഞ്ഞു തരികയാണ്. വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് അള്ളാഹ് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്?
അൻ തുഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്കഇസ് സുജൂദ്. അവിടേക്ക് തവാഫിനായിട്ടും ഇഅ്തികാഫിനായിട്ടും റുകൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് ആ സ്ഥലം നിങ്ങൾ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നത്. ഇതൊക്കെയും ഈ ആയത്ത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അറിയുമെങ്കിൽ, ആ ഹറമിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നതോടുകൂടി ഈ ആയത്ത് കൂടി നമുക്ക് അറിയുമെങ്കിൽ അത് നമുക്കൊരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹജറ ബീവിയുടെയും ഒക്കെ അത്യാഗോജ്ജലമായിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനക്ക് യാതൊരു തരത്തിലുമുള്ള പ്രയാസം അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നത് അതൊരു മഹാ അത്ഭുതമാണത്. അതൊരു ജീവിത ത്യാഗം വിശ്വാസികളുടെ ഒരു ഭാഗമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലും നാളെ മഹ്ശറിലും അല്ലാഹു നമ്മെ ഏറ്റവും ഉന്നതരായ ആളുകൾ പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു ജീവിത ത്യാഗോജ്ജലമായ ആ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ അവസരങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ആയത്തുകൾ, ഇതൊക്കെയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അള്ളാഹു ഈ പറയണത് എന്ന് അറിഞ്ഞുകൊണ്ട് ഓതുവാനുള്ള ഒരു ആവേശം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഏത് ആയത്ത് ഓതാണെങ്കിലും എന്താ അള്ളാഹു ഈ ആയത്ത് കൊണ്ട് പറഞ്ഞത്, അപ്പോഴാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിനോട് നമ്മൾ ഏറ്റവും അടുത്തവരാവുകയുള്ളൂ. ആ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ, ആ ഖിറാഅത്ത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആയത്തുകൾ അതിന്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുമെന്നതിന് ആ ജനത തെളിവാണ്. ആ കാലഘട്ടത്തിൽ ആ ഒരു ബാച്ച് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച ആ ഒരു ബാച്ച് അതിന് തെളിവാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ അധാർമികതകളും അവരിൽ നിന്നും മഞ്ഞുപോയത് ഈ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് സ്വാധീനം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ച് ആദരിച്ച് അതിന്റെ അർത്ഥമറിഞ്ഞ് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് മാസത്തില് വിശ്വാസികളായ ഹജ്ജിന് പുറപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പണം നൽകി ഒരു മൃഗത്തെ സ്വന്തമായിട്ട് കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിന്റെ മാംസത്തെ വിതരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് സാധിക്കുന്ന ആളുകൾ ഒരു മൃഗത്തെ തന്നെയാണ് മേടിക്കേണ്ടത്. അതിന് സാധിക്കുന്ന ആളുകൾ ഈ 7 ആളുകൾ കൂടുന്ന ഒന്നിലേക്ക് ചുരുങ്ങുന്നത് അത്ര അതിന്റെ ഇതിൽ പെട്ടതല്ല. കഴിയില്ല, ഒന്നിനെ ഒറ്റക്ക് മേടിക്കാൻ കഴിയില്ല. അപ്പൊ എന്നാ 2 ആളുകൾ കൂടിയിട്ട് നമുക്ക് 2 ആൾക്ക് ഒന്നിനെ മേടിക്കാം എങ്കിൽ അതാണ് വേണ്ടത്. പിന്നെയും 2 ആള് കൂടിയാൽ ഒന്ന് മേടിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾ ഓരോ കാറ്റഗറിയുള്ള ആളുകൾ ഉണ്ടാവുക. ഒന്നിനെ സ്വന്തമായി മേടിക്കാൻ പറ്റുന്നവർ സ്വന്തമായിട്ട് മേടിക്കുക, അവർ ഈ കൂട്ടത്തിൽ കൂടണ്ട. 2 ആള് കൂടിയിട്ട് ഒന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ 2 ആളുകൾ ഒന്നിനെ മേടിക്കുക. പിന്നെ ഉണ്ടാവും നമ്മൾ 3 ആള് കൂടിയ ഒന്നിനെ മേടിക്കാം, അപ്പൊ 3 ആള് കൂടിയിട്ട് ഒന്നിനെ മേടിക്കാം. അങ്ങനെ 7 ആളുകൾ വരെ കൂടിയിട്ട് ഒന്നിനെ മേടിക്കാം. അങ്ങനെയാണ് അതിന്റെ കണക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കണക്കാക്കി തന്നിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു തന്ന ആ ഒരു കാര്യം ഒരു ചെറിയ സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെക്കണ്ട. അത് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ കൽപ്പനകളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അംഗീകരിച്ചു ചെയ്തു എന്ന് പറഞ്ഞ് ആ ചരിത്രത്തെ നമ്മൾ ഓർത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് വല്ലാത്ത ഒരു ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവുമ്പോ
അള്ളാഹു നമ്മളോട് ഒരു മൃഗത്തെ അറുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറുക്കുക കൂടിയാണ് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും റസൂലുള്ളയോടും ദീനിനോടും ഒക്കെ കാണിക്കുന്ന യഥാർത്ഥ ആത്മാർത്ഥതയുടെ ഭാഗം. ഇനി അങ്ങനെ ഒരു 7 ആളുകൾ കൂടി മേടിക്കുന്ന ഒരു മൃഗത്തെയാണെങ്കിൽ ഈ 7 ആളുകളും ആ മൃഗത്തെ പരിപാലിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. പൈസയും കൊടുത്താണ്ട് പോയിട്ട് അറവിന്റെ അന്ന് രാവിലെ വന്ന് നിന്ന് ചെയ്യുന്ന സമ്പ്രദായം അതത്ര സുഖകരമല്ല. അതിന് കൊടുക്കുന്ന ഭക്ഷണം, അതിന് കൊടുക്കുന്ന വെള്ളം, അതിനെ അഴിച്ചു കൊണ്ടുവരിക, അതിനെ പുല്ലുള്ളടത്ത് കൊണ്ടുപോയി കുറച്ചു നേരം ഒരു അസറസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല പുല്ലുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നിർത്തി കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് അതിനോട് ഒരു ഇണക്കം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന തരത്തിൽ അതിനെ നോക്കണം. അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ അതിനു വേണ്ടുന്ന ആ ഒരു പണം നമ്മൾ കണ്ടെത്തുകയും അത് മേടിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ സമാധാനം നിലനിൽക്കുന്ന തരത്തിൽ ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, ഒരുപാട് ആളുകൾ, അല്ലാഹുവേ വിശ്വാസികളായിക്കൊണ്ട് നിന്റെ ബർസഖിയായ ലോകത്ത് കഴിയുന്ന ആ സഹോദരങ്ങൾ, അവരെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ നീ മാത്രമാണ്. അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി സന്തോഷമാക്കണേ അല്ലാഹുവേ എപ്പോഴാണ് ഞങ്ങളുടെ മരണം ഞങ്ങളെ സമീപിക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അല്ലാഹ് എപ്പോഴായിരുന്നാലും ഈമാനോടുകൂടി സന്തോഷത്തോടുകൂടി അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, യാതൊരു കാര്യവും ബാക്കി വെച്ചിട്ടില്ല എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി വിട പറയുന്ന നിന്റെ മുവഹ്ഹിദുകളിൽ ഞങ്ങളെ ചേർക്കണമേ അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അല്ലാഹുവേ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ രോഗത്തിന് പരിപൂർണ ശമനമാവാൻ ആ ചികിത്സ അല്ലാഹുവേ അവർക്ക് നീ ഉപകാരപ്പെടുത്തണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. وآخر دعوانا أن الحمد لله رب العالمين.